عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് പരസ്പരം മനസ്സിലാക്കാനും അതറിയുന്നവർ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പ്രയാസപ്പെട്ട മുഴുവൻ അണിയറ പ്രവർത്തകർക്കും വളരെ ദൂര ദിക്കുകളിൽ നിന്നുപോലും തൗഹീദിൻ്റെ ഈ പ്രഭാഷണം ശ്രവിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഇവിടെ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ പ്രഭാഷണ പരിപാടിയുടെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ ദീൻ അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അമ്പിയാക്കളിലൂടെ കഴിഞ്ഞുപോയ ഓരോ ഉമ്മത്തിലൂടെയും നിർവഹിക്കുകയും ശേഷം ദീൻ പഠിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തമായി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതൊരു സാമൂഹിക ബാധ്യതയാണ്. മുസ്ലിം ഉമ്മത്തിന് അവർ തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ശരിയായ വഴി ഏതാണ് എന്ന് കാണിച്ചു കൊടുക്കുക. അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെയാ, നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് ഈ രൂപത്തിലാണ് എന്നതു മാത്രം എത്തിക്കുക എന്നുള്ളതല്ലാതെ സഹോദരങ്ങളെ, വല്ലാഹി മറ്റൊരു ലക്ഷ്യം ഈ പരിപാടിയുടെ പിന്നിലില്ല. അതുകൊണ്ട് അടുത്തു നിന്നും ദൂരെ നിന്നും കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പരിപാടി തീരുന്നതുവരെയും ഇത് വീക്ഷിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ശരിയാണ്, സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഇന്ന് നിസ്കരിച്ച ഈ അസ്ർ നിസ്കാരത്തിലും നാം ഓരോ നിസ്കാരത്തിൻ്റെയും സൂറത്തുൽ ഫാത്തിഹയിൽ പാരായണം ചെയ്യുന്ന അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചേട്ടമുണ്ട്. അള്ളാഹുവേ, ശരിയായ വഴിയിലേക്ക് നീ ഞങ്ങളെ നയിക്കേണമേ എന്നുള്ള പ്രാർത്ഥന. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കാത്തവരായി ഇവിടെ കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ ആരും തന്നെയില്ല. അല്ല, ഇത് കേൾക്കുന്ന ആളുകളിൽ മുഴുവൻ ആളുകളും
അവരുടെ അസ്ർ നിസ്കാരത്തിലും ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിത്യേന 5 നിസ്കാരങ്ങളിലായി 17ഓളം പ്രാവശ്യം അള്ളാഹുവിനോട് ആവർത്തിച്ച് തേടുന്ന ഒരു തേട്ടമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബേ, ഞങ്ങളെ സിറാത്തൽ മുസ്തഖീമിലേക്ക് നീ വഴി നടത്തേണമേ, അതിൻ്റെ പാത ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ, അത് പിൻപറ്റാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ നൽകണമേ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും എന്നാൽ ആ പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണ് എന്നതിനെ തൊട്ട് നമ്മൾ അജ്ഞരായിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എത്ര വലിയ പോയത്തമായ കാര്യമായിരിക്കും. നമ്മൾ ആവർത്തിച്ച് അള്ളാഹുവിനോട് തേടുക, അള്ളാഹുവെ എന്നെ സിറാത്തൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ, അള്ളാഹുവെ എന്നെ സിറാത്തൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. ഓരോ റക്അത്തിലും നമ്മൾ ആവർത്തിച്ച് അള്ളാഹു തആലയോട് ചോദിക്കുന്നു. പക്ഷെ എന്താണ് ആ സിറാത്തൽ മുസ്തഖീം? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് തേടാൻ പറഞ്ഞ, അത് തേടിയിട്ടില്ലെങ്കിൽ നിന്റെ നിസ്കാരം ശരിയാകുകയില്ല എന്ന് പറഞ്ഞ ആ സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകളിൽ ഒരു ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില സൂചനകളാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയാം വിധം മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഉടനെ തന്നെ ഏതാണ് ആ സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ തന്നെ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്. ശേഷമാണ് നമ്മൾ ആമീൻ, അല്ലാഹുവേ എൻ്റെ ഈ ദുആ നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്താണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം? അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ് റബ്ബേ നീ ഞങ്ങളെ വഴി ചേർക്കേണ്ടത്, ആ മാർഗത്തിലാണ് റബ്ബേ നീ ഞങ്ങളെ നയിക്കേണ്ടത് എന്ന് നമ്മൾ ആവർത്തിച്ച് തേടുന്നുണ്ട്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആളുകൾ? നമ്മൾ പഠിക്കേണ്ട കാര്യമല്ലേ? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആ ആളുകളുടെ മാർഗം നമ്മൾ പഠിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു അനുഗ്രഹിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരല്ലാഹുവിനെയും അവന്റെ ദൂതനെയും പിൻപറ്റുന്നുവോ ഫഉലൈക്, അക്കൂട്ടരാണ് മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച ആളുകളോടൊപ്പം ഉണ്ടായിരിക്കുക. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആളുകൾ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ ആളുകളാണ്, അമ്പിയാക്കളുടെ പാത പിൻപറ്റിയവരാണ്. സുദ്ദീഖീങ്ങളാണ് അവരിലുള്ളത്, ശുഹദാക്കളാണുള്ളത്, സ്വാലിഹീങ്ങളാണുള്ളത്. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ് ഈ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത് നബിമാരുടെ പാതയാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മാർഗത്തിലാണോ ഉണ്ടായിരുന്നത് ആ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന് അല്ലാഹുവിനോട് തേടുകയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ തേടുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് തേടുന്നത്, റബ്ബേ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ദീനിലാണോ ഉണ്ടായിരുന്നത്, അവിടുന്ന് ഏത് വിശ്വാസ കാര്യമാണോ പഠിപ്പിച്ചു തന്നത്, അവിടുന്ന് ഏത് ആചാരങ്ങളാണോ വിട്ടേച്ചു പോയിട്ടുള്ളത്, ആ ആളുകളുടെ മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ എന്ന് അല്ലാഹു തആലയോട് ചോദിക്കുകയാണ്. അതേപോലെ സഹോദരങ്ങളെ, അത് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ, സുദ്ദീഖുകളുടെ വഴിയാണ്. ഈ ദീനുൽ ഇസ്ലാമിനെ സത്യപ്പെടുത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളുടെ വഴിയാണത്. വശുഹദാഇ വസ്സാലിഹീൻ, ഈ ദീനിനു വേണ്ടി സ്വശരീരം പോലും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ വഴിയാണത്, സ്വാലിഹീങ്ങളുടെ വഴിയാണത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അറിയിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ സിറാത്തൽ മുസ്തഖീം എന്താണ് എന്നുള്ളത് അത് കൃത്യമായി മുൻധാരണ കൂടാതെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ആ മാർഗം പിൻപറ്റുക എന്നുള്ളത് അത് നിർബന്ധമായ കാര്യമാണ്. അത് നമ്മൾ കേവലം അല്ലാഹുവിനോട് ആ മാർഗത്തിലാക്കേണമേ എന്ന് ദുആ ചെയ്യാൻ മാത്രമല്ല അല്ലാഹു തആല പറഞ്ഞത്, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. സൂറത്തുൽ അൻആമിൽ 153-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, തീർച്ചയായും ഇതാണ് എൻ്റെ നേരായ മാർഗം. ഫത്തബിഊഹ്, ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ,
അള്ളാഹുവിന്റെ മാർഗമല്ലാത്ത അനേകം മാർഗങ്ങൾ ഉണ്ടാകും, അതിനൊന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലി, കാരണം അള്ളാഹുവിന്റെ മാർഗമല്ലാത്ത ആ ഏതു മാർഗം നീ പിൻപറ്റിയാലും യഥാർത്ഥ അള്ളാഹുവിന്റെ പാതയിൽ നിന്നും നിന്നെ തെറ്റിച്ചു കളയുന്ന കാര്യമാണത്. ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള മുത്തഖീങ്ങളാകാൻ, അല്ലാഹു തആലയെ ഭയപ്പെടുന്നവരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന വസിയത്താണിത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയാൻ. സഹോദരങ്ങളെ, അവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന കാര്യം എന്താണ്? അള്ളാഹുലേക്കുള്ള വഴി എന്ന് പറയുന്നത് അത് ഏക വഴിയാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു എന്ന് പറഞ്ഞാൽ ഒരു വഴി മാത്രമാണ്. അള്ളാഹുലേക്കുള്ള വഴി ഒരു വഴി മാത്രമാണ്. ആളുകൾ പറയാറുണ്ടല്ലോ, സമുദ്രങ്ങളെല്ലാം നദികളെല്ലാം തന്നെ അത് ചേർന്നുകൊണ്ട് സമുദ്രത്തിലേക്കെത്തും. അങ്ങനെ ഏത് വഴി നീ തെരഞ്ഞെടുത്താലും ശരി, അതൊന്നും കുഴപ്പമില്ല. നീ ആര് വേണമെങ്കിലും ആയിക്കോ, നീ സുന്നി ആയിക്കോ, നീ മുജാഹിദ് ആയിക്കോ, നീ ഒരു തബ്ലീഗുകാരനായിക്കോ, നീ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനായിരിക്കോ, നീ എന്തായാലും കുഴപ്പമില്ല. നീ ഏത് വഴി സ്വീകരിച്ചാലും കുഴപ്പമില്ല. ഇനി അതല്ല, നീ ഒരു വഴി സ്വീകരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അത് ഒരു വഴി മാത്രമാണ്. ഫത്തബിഊഹു, അത് മാത്രം നിങ്ങൾ പിൻപറ്റണം. തീർന്നില്ല. വലാ തത്തബിഉസ് സുബുൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയുന്ന അനേകം മാർഗങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല. ഏതെങ്കിലുമൊക്കെ നിലക്കൊരു മുസ്ലിമായി അങ്ങനെ ജീവിച്ചു പോയാൽ മതി. എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുക, എന്തെങ്കിലുമൊക്കെ നാട്ടിൽ കാണുന്ന രൂപത്തിലുള്ള ചില ആചാരങ്ങളൊക്കെ നടത്തുക, അങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ വിജയത്തിന്റെ മാർഗത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ നല്ല മുസ്ലിമായി മരിക്കാം എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ശരിയുടെ മാർഗം ഒന്നാണെന്നും അത് പിൻപറ്റണമെന്നും പറയുന്നു. അതല്ലാത്ത മാർഗങ്ങൾ അനേകമുണ്ടെന്നും അതെല്ലാം തന്നെ നിങ്ങൾ പാടെ ഉപേക്ഷിക്കണമെന്നും വളരെ കൃത്യമായി സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരിക്കൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെയും കൂട്ടി ഒരു സദസ്സിലിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ഈ കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു കമ്പെടുത്തുകൊണ്ട് ഒരു നീണ്ട വര അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. ഒരു നീണ്ട വര കമ്പ് കൊണ്ട് വരച്ചു കൊടുത്തു. അത് തെറ്റാത്തൊരു വരയായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഇടത്തും വലത്തുമൊക്കെ ചെറിയ ചെറിയ ചില വരകൾ വളഞ്ഞും തെളിഞ്ഞും പോകുന്നത് അവിടുന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, അല്ലയോ സഹാബത്തെ, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഈ നേരെയുള്ള വഴി കണ്ടോ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരായ മാർഗം. അതിനു ചുറ്റും അനേകം മാർഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് തെറ്റായ മാർഗമാണ്. ഈ ശരിയായ മാർഗത്തിൽ നിന്നും തെറ്റിച്ചു കളയുന്ന കാര്യമാണ്. ഹാദാ സുബുലുൻ, ഇത് വഴികളാണ്. ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്താനുൻ യദ്ഉഹു ഇലൈഹി, ഇതിലേത് വഴിയിൽ നീ പ്രവേശിച്ചാലും ശരി, അതെല്ലാം തന്നെ പിശാച് അവന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും. സുമ്മ ഖറഅ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉസ് സുബുൽ, ഈ ശരിയായ മാർഗം നിങ്ങൾ പിൻപറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ശരിയുടെ മാർഗം ഏതാണെന്ന് മനസ്സിലാക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ചിലരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടി ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കാൻ വന്നവരല്ല ഞങ്ങൾ. ചിലർ അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. ഒരു വഹാബിസം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്കൊക്കെ ആളുകളെ തെറ്റിച്ചു കൊണ്ടുപോകാനാണ് ചിലർ ഇവിടെ കടന്നു വരുന്നത് എന്ന് ചില സാധുക്കൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. വല്ലാഹി, അള്ളാഹുവാണ്, അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു പ്രത്യേക കക്ഷിയിലേക്കല്ല, ഒരു പ്രത്യേക ഗ്രൂപ്പുകളിലേക്കല്ല, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീനായി പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം ഏതുണ്ടോ അത് മാത്രം നിങ്ങൾ പിൻപറ്റുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ കാര്യങ്ങളായി ഏത് കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ, ആചാര കാര്യങ്ങളായി ഏത് കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ ആ മാർഗം മാത്രം നിങ്ങൾ പിൻപറ്റുക. അതല്ലാത്ത മാർഗങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. കാരണം അതല്ലാത്ത മുഴുവൻ മാർഗങ്ങളും നമ്മളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന മാർഗമാണ്. അല്ലെ, ആളുകൾക്ക് ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിന് ഒരു അല്ലാഹു മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവർക്ക് നബിയായി ഒരു നബിയേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാവരും തിരിഞ്ഞു നിസ്കരിക്കുന്നത് കഅബയിലേക്ക് തന്നെയാണ്, മക്കയിലേക്ക് തിരിഞ്ഞു തന്നെയാണ്. ഇവിടുന്ന് എല്ലാവരും പടിഞ്ഞാറേക്ക് തന്നെയാണ് നിസ്കരിക്കുന്നത്.
പക്ഷെ പിന്നെ എന്താണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇങ്ങനെ അനേകം ഗ്രൂപ്പുകളും കക്ഷികളും വഴക്കുകളും? ചിലർക്ക് ചിലരെ കണ്ടുകൂടാ, ചിലർക്ക് ചിലരോട് വെറുപ്പാണ്, ചിലർ വരുന്നത് തന്നെ ചിലർ കലോശരമുണ്ടാക്കുന്നു. അവരെ ഇല്ലാതാക്കി കളയണം, ഏതു വിധേനയും നശിപ്പിച്ചു കളയണം, അവരെ പാടെ മുച്ചൂടം ഇല്ലാതാക്കി കളയണം എന്ന പകയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഒരു റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരു നബിയുടെ അനുയായികളായ, ഒരു കിതാബ് മാത്രം പിൻപറ്റാൻ കൽപ്പിക്കപ്പെട്ടവരായ, ഒരു ദിശയിലേക്ക് നിസ്കരിക്കുന്നവരായ ആളുകൾക്ക് എങ്ങനെ ഉണ്ടായി? സഹോദരങ്ങളെ, ഇങ്ങനെയുള്ളൊരു കാര്യം, ഇങ്ങനൊരു കാലം വരാനുണ്ടെന്നുള്ളത് 1400 വർഷം മുമ്പ് തന്നെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹീനാൽ വളരെ കൃത്യമായി നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അനേകം ഗ്രൂപ്പുകളെയും കക്ഷികളെയും കാണുമ്പോൾ എല്ലാം കണക്കാൻ, ഒന്നിലേക്കും ഞാനില്ല, ഞാൻ എൻ്റെ കച്ചവടവും ഞാൻ എൻ്റെ ജോലിയും എൻ്റെ ഭൗതിക ജീവിതത്തിൽ ഒതുങ്ങി കഴിഞ്ഞോളാം എന്ന് പറയാൻ പാടില്ല. അതല്ലെങ്കിൽ എല്ലാം ശരി തന്നെ, നീ വേണമെങ്കിൽ നീ സമസ്തയായിക്കോളൂ, നീ മുജാഹിദായിക്കോളൂ, നീ ഇന്നതായിക്കോളൂ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പ് നീ ആയിക്കോളൂ, ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിൽ നീ ഉണ്ടായാൽ മതി എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല നമ്മെ പഠിപ്പിച്ചത്. എന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഈ കാര്യം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. യഹൂദർ നമുക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളാണ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികളാണ്. യഥാർത്ഥ ദീനുൽ ഇസ്ലാമിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ വിട്ടേച്ചു പോയിട്ടുള്ളത്. പക്ഷേ കാലക്രമേണ അവർ വ്യത്യസ്ത കക്ഷികളായി. ഇന്ന് നമ്മീ കാണുന്നത് പോലെയുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളും കക്ഷികളും അന്നും ഉണ്ടായിരുന്നു. 71ഓളം കക്ഷികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ. അതേപോലെ തന്നെ നസാറാക്കൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം യഥാർത്ഥ ദീൻ വിട്ടേച്ചു പോയി. പക്ഷേ അവരിതാ വീണ്ടും കക്ഷികളായി തീർന്നു. ഒരു കക്ഷി അധികമായി, 72 കക്ഷികൾ അവരുമുണ്ടായി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അവിടുന്ന് പറയുന്നു, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ. ഈ ഉമ്മത്തും അതും വ്യത്യസ്ത കക്ഷികളായി വേർപിരിയുന്നതാണ്. അത് ഈ ഉമ്മത്തിന് ബാധിക്കാവുന്ന ഒരു രോഗമാണ്. സഹോദരങ്ങളെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചിക നിയമത്തിൽപ്പെട്ടതാണ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം മനുഷ്യർ അവർ ളാലിമീങ്ങളും ജാഹിലീങ്ങളുമാണ്, അക്രമികളാണ്. അറിഞ്ഞ കാര്യമനുസരിച്ച് പ്രവർത്തിക്കാത്തവരുണ്ട് കൂട്ടത്തിൽ. അറിയാതെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ളാലിമീങ്ങളുമുണ്ട്, ജാഹിലീങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൽ ഇങ്ങനെ ഒരു കക്ഷിത്വം ഉണ്ടാകുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് അറിയിച്ച കാര്യം വളരെ ഗൗരവത്തിൽ നമ്മളെ ഓരോരുത്തരെയും ശരിയേതാണ്, സത്യമേതാണെന്ന് പഠിക്കാൻ നമുക്ക് പ്രേരകമാകേണ്ട കാര്യമാണ്. അവിടുന്ന് അറിയിച്ചത്, കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. ഈ 73 കക്ഷികളിൽ എല്ലാം നരകത്തിലേക്ക് പോകാനുള്ള മാർഗത്തിലേക്കാണ്. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം മാത്രമാണ് അതിൽ നിന്നും രക്ഷപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിർത്തുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാകേണ്ട തേട്ടം എന്തായിരിക്കണം? നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട തേട്ടം എന്തായിരിക്കണം? അത് മരവിച്ച് കിടക്കാൻ പാടുള്ളൂ. അതെന്തുമാകട്ടെ, 73 കക്ഷികളുണ്ട്, അത് ഏതെങ്കിലും ആകട്ടെ എന്ന രൂപത്തിലുള്ള ഒരു സ്വരമാണോ നമുക്കുണ്ടാകേണ്ടത്? അല്ല, ശരിയുടെ മാർഗം ഏതാണെന്ന് ചോദ്യം നമുക്കുണ്ടാകണം. സ്വഹാബികൾ അത് ചോദിച്ചിട്ടുണ്ട്. മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ വിജയിച്ച കക്ഷി അതേതാണ്? ആ വിജയിച്ച കക്ഷി ഏതാണ്? ശരിയുടെ മാർഗം ആർക്കാണുള്ളത് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏതെങ്കിലും ഒക്കെ ഒരു ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവിടുന്ന് ഏതെങ്കിലും ഒക്കെ പ്രത്യേകമായ ഒരു പേരല്ല പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദർശമാണ്, ഒരു വിശേഷണമാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗം പിൻപറ്റുന്ന ആളുകളാണ് വിജയിച്ച ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടില്ല. അത് പിന്നീട് ഉണ്ടാകും. അപ്പോൾ ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗത്തിൽ ആരാണോ ഉണ്ടാവുക അവരായിരിക്കും വിജയിച്ച ആളുകൾ, അവരായിരിക്കും സ്വർഗത്തിന്റെ ആളുകൾ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളോട് പറയാനുള്ളത്, വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ആ സ്വഹാബികളുടെ മാർഗം ഏതാണെന്നുള്ള തേട്ടം നിങ്ങൾക്കുണ്ടാകണം. ആ സ്വഹാബികളുടെ മാർഗം ഇവിടെ ഏത് ഗ്രൂപ്പാണ് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതല്ലാതെ ആരെങ്കിലും ഒക്കെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ആരെങ്കിലും ഒക്കെ പണ്ടും പണ്ടേ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒക്കെ പിൻപറ്റുക എന്നുള്ളത് സഹോദരങ്ങളെ ഒരു മുസ്ലിമിന് യോജിച്ചിട്ടുള്ള കാര്യമല്ല. മറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമെന്നും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്നും അപ്പോൾ ശരിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റേണ്ടത്
അത് റസൂലുള്ളാഹിന്റെയും സ്വഹാബികളുടെയും മാർഗമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? നമ്മൾ നമ്മുടെ മഹല്ലിൽ പണ്ടേ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ പിൻപറ്റും. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണോ പറഞ്ഞത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഭൂരിപക്ഷത്തെ പിൻപറ്റൂ, അങ്ങനെയാണോ പറഞ്ഞത്? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വഴി സ്വീകരിക്കൂ, അവരാണ് രക്ഷപ്പെട്ടവർ, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ അവർ ആ മാർഗത്തിൽ പിൻപറ്റുക എന്നുള്ളതാണ്. മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഈ വിഷയം സ്വഹാബികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു നിസ്കാര ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നു കൊണ്ട് വളരെ ഗൗരവമുള്ള രീതിയിൽ, അത്യുജ്വലമായ രീതിയിൽ ഒരു പ്രഭാഷണം നടത്തുകയാണ്. സ്വഹാബികൾ പറഞ്ഞത് ഇപ്രകാരമാണ്: വഅലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ വജിലത് മിൻഹൽ ഖുലൂബ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം നടത്തി, ഞങ്ങളുടെ ഹൃദയം പേടിച്ചുപോയി, ഹൃദയം വിറങ്ങലിച്ചുപോയി. വദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. ഫഖുൽനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹാ മൗഇലതു മുവദ്ദിഇൻ, റസൂലേ താങ്കൾ വിട പറഞ്ഞു പോകുകയാണോ? വിട പറഞ്ഞു പോകുന്ന ഒരാളുടെ ഉപദേശം പോലെയാണല്ലോ ഇതുള്ളത്. ഫൗസിന, ഞങ്ങൾക്ക് എന്താണ് വസിയത്തായി നൽകാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു: ഊസിക്കും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, തഖ്വയോടുകൂടി ജീവിക്കണം. വസ്സംഇ വത്താഅ, മുസ്ലിം രാജ്യങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ മുസ്ലിം ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, ഒരു അടിമയാണ് നിങ്ങളുടെ ഭരണത്തിലേക്ക് ഭരണാധികാരിയായി വരുന്നതെങ്കിൽ നിങ്ങൾ അവൻ അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു: ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം ആരൊക്കെയാണോ ഇവിടെ ജീവിക്കുന്നത്, സ്വഹാബികളെ, ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ചില ആളുകൾ പറയും ഇന്നതാണ് ശരി, ചില ആളുകൾ പറയും ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് നിങ്ങൾ കാണും. എന്താണ് ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചര്യ പിൻപറ്റണം. ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ എന്താണ് കൽപ്പിച്ചത്, ഞാൻ എന്താണ് മൗനാനുവാദം നൽകിയത്, എൻ്റെ ചര്യയെ നിങ്ങൾ പിൻപറ്റണം. തീർന്നില്ല. വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ സച്ചരിതരായ, എൻ്റെ മാർഗനിർദ്ദേശികളായ ഖുലഫാക്കൾ, സ്വഹാബികൾ, എൻ്റെ പിൻഗാമികൾ, അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റണം. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിനോടൊപ്പം സ്വഹാബികളുടെ സുന്നത്തിനെ കുറിച്ചും പറയുകയാണ്, സ്വഹാബികളുടെ മാർഗത്തെ കുറിച്ചും പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ദീൻ അതെങ്ങനെയാണ് ആചരിക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ഇന്ന് ഏറ്റവും നന്നായി അറിയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള സ്വഹാബികൾക്കാണ്. ആ സ്വഹാബികളുടെ മാർഗം പിൻപറ്റണം. അവിടുന്ന് അറിയിച്ചത് അൽദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പിടിക്കണം. കാരണം അവസാന സമയത്ത് നമ്മൾ ഏത് വിധേനയും തെറ്റിച്ചു കളയുന്ന, സത്യത്തെ ബാത്തിലിനെ സത്യമായും ഒക്കെ കാണിക്കുന്ന ഒരുപാട് മാർഗങ്ങൾ വരും. അതുകൊണ്ട് സത്യത്തിന്റെ പാതയിൽ നിങ്ങൾ വളരെ മുറുകെ പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണ് ഈ ദീൻ. സഹോദരങ്ങളെ, ഇത് പഴയ ദീനാണ്, 1400 വർഷം മുമ്പുള്ള ദീനാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ദീനാണ്. ഇതിനൊരു അപ്ഡേഷൻ ആവശ്യമില്ല, കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമില്ല, ഒരു അമെൻമെന്റ് ഇതിന്റെ നിയമങ്ങൾക്ക് ആവശ്യമില്ല. ഏത് കാലഘട്ടത്തിലേക്കും ഏത് സാഹചര്യത്തിലേക്കും ഈ ദീനിന്റെ നിയമങ്ങൾ അത് സഹോദരങ്ങളെ കാലത്തേക്കും വെക്കാവുന്ന കാര്യമാണ്. അതിലൊരു ഇബാദത്തിന് ഒരാൾക്കും കൂട്ടേണ്ടതില്ല. ഒരു ഫിത്റകൾ വരുമ്പോഴേക്കും ഒരു നിസ്കാരം നിങ്ങൾ കൂട്ടേണ്ടതില്ല. ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും പ്രത്യേകമായ നോമ്പ് നിങ്ങൾ കൂട്ടേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കുമെന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ദീനിന്റെ നിയമങ്ങൾ നിശ്ചയിക്കാൻ അതിന്റെ ബാധ്യത ഏറ്റെടുത്തിട്ടുള്ളത്. അത് അടിമകൾക്ക് അല്ലാഹു തആല നൽകിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ, പുതുതായി നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തെ തൊട്ട് നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. കാരണം എന്താണ്? ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാലഹ്, നിങ്ങൾ പുതുതായി എന്തുണ്ടാക്കിയിട്ടുണ്ടോ അത് ളലാലത്താണ്. എപ്പോഴാണ് ഒരു കാര്യം പുതിയതാണോ പഴയതാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്? തൊട്ടുമുമ്പ് പറഞ്ഞു വഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ, ബിദ്അത്തിന്റെ നേരെ വിപരീതമായ സുന്നത്ത് അത് എൻ്റെ സുന്നത്താണ്, സ്വഹാബികളുടെ സുന്നത്താണ്. അതുകൊണ്ട് എന്റെയും സ്വഹാബികളുടെയും മാർഗം നിങ്ങൾ പിൻപറ്റുക. ഞാനും സ്വഹാബത്തും കാണിച്ചു തരാത്തതായ ഒരു മാർഗവും നിങ്ങൾ പിൻപറ്റാതിരിക്കുക. കാരണം ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാലഹ്, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്,
പുതുതായി ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് ഇത് നല്ലതാണെന്ന് പറയാൻ അവകാശമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഫഇന്ന കുല്ല ബിദ്അത്തുൻ ദലാല. ഭാഷാ നിയമങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം, ഒരു കാര്യത്തെ തൊട്ട് കുല്ല ബിദ്അ, എല്ലാ ബിദ്അത്തും അതിൽ ഉൾപ്പെട്ടു. ദീനായി നിങ്ങൾ പുതുതായി എന്ത് കൊണ്ടുവന്നോ എല്ലാം സഹോദരങ്ങളെ റസൂലുള്ളാഹിന്റെയും സ്വഹാബത്തിന്റെയും മാർഗമില്ലെങ്കിൽ ദലാല, അത് വഴികേടാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടത് ആരെ പോലെയാണ്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ മാർഗമാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും മാർഗമാണെന്ന് സഹോദരങ്ങളെ, ആ മാർഗമാണ് മുറുകെ പിടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തർക്കമില്ലാതെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഞാൻ നിങ്ങളെ ഈ കേൾപ്പിച്ച ആയത്തുകളും ഹദീസുകളും ഇത് തർക്കമില്ലാത്ത രൂപത്തിൽ ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസുകളിൽ നിന്നും ഞാൻ നിങ്ങളെ കേൾപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് മുഴുവൻ മുസ്ലിമീങ്ങളും ഐക്യകണ്ഠേന അംഗീകരിക്കേണ്ടതായ ഒരു കാര്യമാണെന്ത്? നമ്മൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസിൽ നിന്നും സ്വഹാബികൾ വിശ്വസിച്ചതുപോലെയിൽ നിന്നുമാണെന്നുള്ളത് അംഗീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ പല ആളുകൾക്കും സ്വഹാബികളുടെ മാർഗം പിൻപറ്റണമെന്നുള്ള കാര്യം പോലും സഹോദരങ്ങളെ കേൾവിയില്ലാതായി തീർന്നിരിക്കുന്നു. കാരണം ബിദ്അത്തുകൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഏറ്റവും അലോസരപ്പെടുത്തുന്നത് ഈ ഒരു വഴിയത്രേ. കാരണം ബിദ്അത്തുകൾക്ക് നേർ വിപരീതമായിട്ടുള്ള കാര്യം അത് സ്വഹാബികളുടെ സുന്നത്താണ്. അതുകൊണ്ട് ഈ മാർഗം സഹോദരങ്ങളെ പിൻപറ്റണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് നോക്കൂ, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിൽ ആയത്താണ്. ഖുർആൻ നമ്മൾ എടുത്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളോട് പറയാൻ, ഫൈൻ ആമനു ബിമിസ്ലി, മുശ്രിക്കുകളോട് വിശ്വാസകാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫൈൻ ആമനു, ആ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ബിമിസ്ലി മാ ആമൻതും ബിഹി, റബിയെ താങ്കളും താങ്കളോടൊപ്പമുള്ള സ്വഹാബികളും എങ്ങനെയാണോ എന്നെ കുറിച്ച് വിശ്വസിച്ചത് അത് രൂപത്തിൽ മക്കയിലെ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നെങ്കിൽ ഫഖദ് ഇഹ്തദൗ, നിങ്ങളെപ്പോലെയുള്ള സിറാത്തുൽ മുസ്തഖീമിലേക്ക്, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവരെത്തുമായിരുന്നു. വഇൻ തവല്ലൗ, ഇനി അതല്ല താങ്കളുടെ വഴിയും സ്വഹാബികളുടെ വഴിയും അവർ ഉപേക്ഷിക്കുമെങ്കിൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ ഇങ്ങനെ പരസ്പരമുള്ള കക്ഷി മത്സരത്തിൽ മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക, നീ ശരിയല്ല ഞാൻ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പഴിചാരുക, അങ്ങനെയല്ലാതെ കക്ഷി മത്സരത്തിലല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടത് ആരുടെ വിശ്വാസമാണ്? ഞാനും നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടത് അല്ലാഹു തആലയെ കുറിച്ച് വിശ്വസിക്കേണ്ടത്, അവൻ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടത് സ്വഹാബികൾ എങ്ങനെ വിശ്വസിച്ചോ ആ രൂപത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. സ്വഹാബികൾ എങ്ങനെ ചെയ്തോ ആ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിലേതാനും ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. സ്വഹാബികൾ സഹോദരങ്ങളെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വിശ്വസിച്ചത്? അവർ പ്രാർത്ഥിച്ചത് ആരോടാണ്? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സ്വഹാബികൾ ആരോടാണ് പ്രാർത്ഥിച്ചത്? സ്വഹാബികൾ ആരോടാണ് ഇസ്തിഗാസ നടത്തിയത്? സ്വഹാബികൾ ആരിലാണ് ഭരമേൽപ്പിച്ചത്? സ്വഹാബികൾ ആരോടാണ് ഇസ്തിഗാസ നടത്തിയത്? നമ്മൾ ചിന്തിക്കേണ്ട, പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞത് ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ എന്നാണ്. നബിയെ താങ്കളും താങ്കളോടൊപ്പമുള്ള ആളുകളും എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ അവരും വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലാകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആരോടാണ് പ്രാർത്ഥിച്ചത് അവരോട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് ഇസ്തിഗാസ നടത്തിയത് അവരോട് നമ്മളും ഇസ്തിഗാസ നടത്തുക. ഈ ഒരു കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, മരണപ്പെട്ടുപോയ അമ്പിയാക്കളോടും സാലിഹീങ്ങളോടും പ്രാർത്ഥിക്കാം, സഹായം തേടാം, അവർ ഇലാഹുകളല്ല എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. അതിനു മുമ്പ് അവരോട് ചോദിക്കാനുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മരിച്ചുപോയിട്ടുള്ള അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കബറിങ്കൽ പോയി പ്രാർത്ഥിക്കാൻ, അങ്ങനെ ഒരു കബർ കെട്ടി ഉയർത്തുക, ജാറമുണ്ടാക്കുക എന്ന കാര്യം ചെയ്തിരുന്നോ? സഹോദരങ്ങളെ പഠിക്കണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറമുണ്ടാക്കുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? സ്വഹാബികൾ കബർ കെട്ടി ഉയർത്തുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. സ്വഹാബത്ത് എങ്ങനെ ചെയ്തോ അങ്ങനെ നിങ്ങൾ ചെയ്യൂ എന്നാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലാതെ ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഒരു കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ആ കിതാബിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുകയും വേണ്ട. മറിച്ച് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഖബർ കെട്ടി ഉയർത്തുന്ന വിഷയത്തിൽ പറഞ്ഞത്? മഹാനായ സ്വഹാബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു
അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അബുൽ ഹയ്യാജ് അൽ അസദി റഹിമഹുല്ലാ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അദ്ദേഹം പറയാൻ എന്നോട് അലി ബിൻ അബി താലിബ് എന്നോട് പറയുകയുണ്ടായി, അല അബ്അസുക മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ അബുൽ ഹയ്യാജ്, എന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച അതേ കാര്യം കൊണ്ട് ഞാൻ താങ്കളെ നിയോഗിക്കട്ടെ. എന്നെ ചില കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണകാലത്ത് ഞാനാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്തത്. ഇന്ന് ഞാനാണ് ഭരണാധികാരി, ഞാൻ ആ കാര്യം നിന്നെ ഏൽപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു അതെ. എന്നിട്ട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹ്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹം ഏതുണ്ടോ അത് നീ ഒഴിവാക്കി കളയണം. വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ്, കെട്ടിയുയർത്തിയിട്ടുള്ള ഖബർ ഏതെങ്കിലും ഉണ്ടോ അത് ഭൂമിയോട് നിരപ്പാക്കി കളയണം എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച അതേ കാര്യം മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, സ്വഹാബികളുടെ പ്രവൃത്തിയാണ്. അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ, അവർ ചെയ്തതുപോലെ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് നാം നേരത്തെ കേൾക്കുകയുണ്ടായി. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കും അത് അവിടെയുള്ള ബഹുദൈവാരാധകരുടെ ഖബറാണ്, മുസ്ലിമീങ്ങളുടെ ഖബർ വേറെയാണ്, സാലിഹീങ്ങളുടെ ഖബറിന് ഇത് ബാധകമല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, മുസന്നഫ് അബ്ദുർ റസാഖ് അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യഅനി ഖുബൂറൽ മുസ്ലിമീൻ, ഇവിടെ കെട്ടിയുയർത്തിയിട്ടുള്ള ഖബറുകൾ നിരപ്പാക്കണമെന്ന് പറഞ്ഞത് അത് മുസ്ലിമീങ്ങളുടെ ഖബർ തന്നെയാണ്. മുസ്ലിമീങ്ങളുടെ ഖബർ എത്രയാണുള്ളത്? ഷാഫി ഫിഖ് അറിയുന്ന ആളുകൾക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ അറിയില്ലേ, മുസ്ലിമീങ്ങളുടെ ഖബർ അത് സഹോദരങ്ങളെ ഒരു ഷാണിൻ മുകളിലേക്ക് ഉയർത്താൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയല്ലേ അത്? മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാൻ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുബ്ന അലൽ ഖബർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്മേൽ കെട്ടിയുയർത്തുന്നത്, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നത് വിലക്കിയിരിക്കുന്നു. ഔ യുസാദ അലൈ, ഖബറിൽ എന്തെങ്കിലും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് വിലക്കിയിരിക്കുന്നു. ഔ യുജസ്സസ്, ഖബറിന്മേൽ കുമ്മായമിടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. വളരെ കൃത്യമായി സ്വഹാബി അള്ളാഹിന്റെ റസൂൽ വിലക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു, അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, അവിടുന്ന് എന്താണോ വിലക്കിയത് അതിൽ നിന്നും നിങ്ങൾ വിരമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണിത് സഹോദരങ്ങളെ. ഇത് പറഞ്ഞപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കും, ഇതൊക്കെ ഈ ആളുകൾ ഇവരുടെ പ്രശ്നം ഇതാണ്, ഇവർ കുറെ ആയത്ത് ഉദ്ധരിക്കും, കുറെ ഹദീസ് ഉദ്ധരിക്കും, പക്ഷേ ഇമാമിങ്ങളൊന്നും ഈ പറയുന്ന കാര്യത്തിലൊന്നും ഉണ്ടാവുകയില്ല, അവർക്ക് ഖുർആൻ തിരിഞ്ഞിട്ടില്ല, അവർക്ക് ഹദീസ് തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇമാമിങ്ങളൊന്നും ഇങ്ങനെയല്ല മനസ്സിലാക്കിയത് എന്ന് പറയുന്ന ചില ആളുകളൊക്കെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നതിൽ ഷാഫിഈ മദ്ഹബിന്റെ നിലപാടെന്താണ്? മഹാനായ ഷാഫി ഇമാം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നിലപാടെന്താണ്? വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് സഹോദരങ്ങളെ നമുക്ക് കേൾക്കാം. അദ്ദേഹം പറയുന്നു, ഖബറടക്കുന്ന സമയത്ത് നമ്മൾ ഖബർ കുഴിച്ചു കഴിഞ്ഞാൽ മണ്ണുണ്ടാകുമല്ലോ പുറത്തേക്ക്, അതിൽ നിന്നല്ലാതെ വേറെ മണ്ണ് അതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് മറ്റേതെങ്കിലുമൊക്കെ മണ്ണ് കലർത്തി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസം പ്രശ്നമുണ്ടാകും എന്നതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിരുന്നു, ഇദാ സീദ ഫീഹി തുറാബുൻ മിൻ ഗൈരിഹി ഇർതഫഅ ജിദ്ദ, പുറത്തെ മണ്ണും കൂടി കൂട്ടി നിങ്ങൾ കുഴിച്ചെടുത്ത മണ്ണിനോടൊപ്പം ചേർത്താൽ അതിന്റെ വലിപ്പം വലുതായി പോകും, അത് നന്നായി വലുതായി പോകും. വഇന്നമാ ഉഹിബ്ബു അൻ യുശഖിസ അലാ വജ്ഹിൽ അർളി ശിബ്റ, അദ്ദേഹം പറയാൻ ഭൂമിയിൽ നിന്നും ഒരു ചാണ് മാത്രം ഉയർത്തുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഔ നഹ്വഹു വഉഹിബ്ബു അല്ലാ യുബ്ന, അല്ലെങ്കിൽ അതേപോലെ അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നത് അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വലാ യുജസ്സസ്, അവിടെ കുമ്മായം തേൽക്കാൻ പാടില്ല. ഫഇന്ന ദാലിക യുശ്ബിഹു സീനത വൽ ഖുയല, ഇത് ഭംഗിയും അഹങ്കാരം ഒക്കെ കാണിക്കുന്ന ഒരു രീതിയാണ്. മരിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ കെട്ടിടം ഉണ്ടാക്കുക, ഖബറുണ്ടാക്കുക, ജാറമുണ്ടാക്കുക, കുമ്മായം തേക്കുക, ഇതൊക്കെ അഹങ്കാരമാണ്. വലൈസൽ മൗതു മൗദിഉ വാഹിദി മിൻഹാ, മരണം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള കാര്യത്തിനുള്ളതല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ അടിവരയിട്ട് മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇമാമുന ശാഫിഈ റഹിമഹുള്ളയുടെ വാക്കുകളാണ്, എന്റെ വാക്കല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ വാക്കല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ വാക്കല്ല. ഇമാമു ശാഫിഈ റഹിമഹുള്ള പറയുന്നു, വലം അറാ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസ,
ഖബർ, ഞാൻ അൻസാരികളുടെയും മുഹാജിറുകളുടെയും ഖബറുകൾ അത് കുമ്മായം തേച്ചതായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. വളരെ കൃത്യമായി സഹോദരങ്ങളെ, സ്വഹാബികൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ, നേരത്തെ കേട്ടിട്ടുള്ള ഹദീസുകൾ അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മഹാന്മാരായ ഇമാമിങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇമാമിങ്ങൾ ഉദ്ധരണികൾ കേൾക്കണോ, നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ചില ബിദ്അത്തുകൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ഉദ്ധരിക്കാറുണ്ടല്ലോ. ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ ഖബായിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി ഖബറുമായി ബന്ധപ്പെട്ട, ജാറമുണ്ടാക്കുന്ന വിഷയമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് വളരെ വേവലാതിയുണ്ട്. ഇവിടെ ചില ആളുകൾ വരുന്നുണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും തെറ്റിക്കാനാണ് അവരുടെ ശ്രമം എന്ന് പറഞ്ഞ് നമ്മൾ ജാഗരൂകരാകണം എന്ന് ചില സഹോദരങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി അവരുടെ ആശങ്കകൾ പങ്കുവച്ചതായി കേട്ടു. സഹോദര, അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് ഇമാം ഷാഫി റഹിമഹുള്ളയുടെ വാക്കുകളിലൂടെ നീ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നോക്കൂ, ഷാഫി മദ്ഹബുകാരനായ ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് സഹോദരങ്ങളെ വൻപാപങ്ങൾ എണ്ണിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അതിലൊരുപാട് വൻപാപങ്ങളാണ്. ആ പുസ്തകം സഹോദരങ്ങളെ നിങ്ങൾക്ക് മലയാളത്തിലും ഒക്കെ വായിക്കാൻ കിട്ടുന്ന പുസ്തകമാണ്. അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, അൽ കബീറത്തു മിനസ് സാലിസതി ഇല സാമിനതി വത്തിസ്ഈൻ, 93 മുതൽ 98 വരെയുള്ള വൻപാപങ്ങളായി അദ്ദേഹം എണ്ണുന്നു. ഷാഫി മദ്ഹബുകാരൻ ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹം എണ്ണുന്ന കാര്യം നോക്കിക്കോളൂ. ഇത്തിഖാദുൽ ഖുബൂരി മസാജിദ്, ഖബറുകളെ ആരാധന കേന്ദ്രമാക്കി തീർക്കുക വൻപാപമാണ്. അഥവാ ഖബറിന്റെ അടുക്കൽ പോയി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, ഖബറിന്റെ അടുക്കൽ പോയി ഇബാദത്തുകൾ ചെയ്യുക വൻപാപമാണ്. വഈഖാദു സുർജി അലൈഹാ, ഖബറിൽ പോയി വിളക്ക് വെക്കുക എന്നുള്ളത് വൻപാപമാണ്. വത്തിഖാദുഹാ ഔസാന, ഖബറിനെ തന്നെ വിഗ്രഹമാക്കി തീർക്കുക എന്നുള്ളത് വൻപാപമാണ്. അതേ, ഖബറിനെ വിഗ്രഹമാക്കാറുണ്ട്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മനുഷ്യ രൂപത്തിലുള്ളത് മാത്രമല്ല. നീ ഒരു കല്ലിനെ ആരാധിച്ചാൽ അത് നിന്റെ വിഗ്രഹമാണ്. നീ ഒരു മരത്തെ ആരാധിച്ചാൽ അതിനെ നീ വിഗ്രഹമാക്കി തീർത്തു. നീ ഖബറിനെ ആരാധിച്ചാൽ നീ അതിനെ വിഗ്രഹമാക്കി തീർത്തു. അദ്ദേഹം പറയാൻ അങ്ങനെ വിഗ്രഹമാക്കാൻ പാടില്ല. വത്തവാഫു ബിഹാ, ഖബറിന് ചുറ്റും തവാഫ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വൻപാപത്തിൽപ്പെട്ട കാര്യമാണ്. വസ്തിലാമുഹാ, ഖബർ തൊട്ട് ചുംബിക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ട കാര്യമാണ്. വസ്സലാത്തു ഇലൈഹാ, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളത്, ദുആ ചെയ്യുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയാൻ. സഹോദരങ്ങളെ, അദ്ദേഹം വെറുതെ തലക്കെട്ട് കൊടുത്തു പോയതല്ല. ഈ പറയുന്നതിനൊക്കെ ആധാരമുണ്ട്. പണ്ഡിതന്മാർ വെറുതെ ഗ്രന്ഥരചനകൾ നടത്തുകയല്ല, മറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നൽ ഉമമ ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം മസാജിദ്, എൻ്റെ ഉമ്മത്തിന് മുൻപേ ഉണ്ടായിരുന്ന യഹൂദ നസ്രാണികൾ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധന കേന്ദ്രമാക്കി തീർത്തിട്ടുണ്ട്. വഇന്നി അൻഹാകും അൻ ദാലിക്, നിങ്ങളോട് ഞാനത് വിലക്കുകയാണ്. ഖബറുകളെ നിങ്ങൾ ആരാധന കേന്ദ്രമാക്കി മാറ്റാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പിന്നീട് അവിടുന്ന് അറിയിച്ചതായി ഇമാം തുബറാനി റഹിമഹുല്ലാഹ് കൊടുത്ത ഹദീസും വന്നിട്ടുണ്ട്. ലാ തുസല്ലു ഇല ഖബർ വലാ തുസല്ലു അല ഖബർ, നിങ്ങൾ ഖബറിലേക്കോ ഖബറിന് മുകളിലോ ഖബറിന്മേൽ എടുപ്പുണ്ടാക്കിയിട്ടോ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. വളരെ കൃത്യമായി അദ്ദേഹം കൊടുക്കുന്നു. പിന്നീട് അദ്ദേഹം കൊടുക്കുന്ന ഹദീസ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തുൽ ഖുബൂർ, ഖബറിനെ സന്ദർശിക്കുന്ന, ഖബറാളികളെ സന്ദർശിക്കുന്ന സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. വൽ മുത്തഖിദീന അലൈഹാ മസാജിദ വസ്സുർജ്, ഖബറിനെ ഇതാ ആരാധന കേന്ദ്രമാക്കുന്ന ആളുകൾ, ഖബറിൽ വിളക്ക് വെക്കുന്ന ആളുകൾ, അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് ശപിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിന്റെ ഏത് ചെറിയ കുട്ടിക്കും അറിയുന്ന ബാലപാഠമാണ്. അത് വൻപാപമായിരിക്കും. ഒരു വൻ പാപത്തിനല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ അവിടുന്ന് ശപിക്കുകയില്ല. അദ്ദേഹം വീണ്ടും കൊടുക്കുന്നു, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, ഇന്ന മിൻ ശിറാറിൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടരായിട്ടുള്ള മോശപ്പെട്ട ആളുകൾ ആരാണ്? ജനങ്ങളുടെ കൂട്ടത്തിൽ മോശപ്പെട്ട ആളുകൾ ആരാണ്? വഹാബികളാണോ? ഇന്ന സംഘടനക്കാരാണോ? എന്താണ് നിങ്ങൾ പറയാറുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ കേൾക്കൂ, ഇന്ന മിൻ ശിറാറിൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ, മൻ തുദ്രിക്കുഹുമുസ്സാഅ, ഖിയാമത്ത് നാളോട് അടുക്കുന്ന സമയത്ത് വഹും അഹിയ,
അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അഥവാ ഖിയാമത്ത് നാളിന്റെ അടുക്കൽ എത്തുന്നതേക്കും മനുഷ്യന്മാരുടെ ദീൻ ഇല്ലാതായി തീരും. ആ സമയത്തുള്ള ആളുകളായിരിക്കും മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ഉണ്ടാവുന്നത്. ഒരു കാര്യം അവിടെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ ആരാധന കേന്ദ്രമാക്കി തീർക്കുന്ന ആളുകളാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് പറയാത്ത, തന്റെ നാവ് കൊണ്ട് ഒരിക്കൽ പോലും കളവ് പറയാത്ത, സത്യം മാത്രം പറയുന്ന നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. അല്ലാഹു അവിടുന്ന് ശപിച്ചിട്ടുണ്ട്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദ നസ്രാണികൾ, അവരെ അല്ലാഹു ശപിക്കട്ടെ. എന്താണ് കാര്യം? റഹ്മത്തുൽ ആലമീനായ, ലോകരിൽ ഏറ്റവും കാരുണ്യവാനായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ നാവ് കൊണ്ട് ശപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സഹോദരങ്ങളെ, അവിടുന്ന് പറയുന്നു, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ്, അവരവരുടെ ഖബറുകൾ, സ്വാലിഹീങ്ങളുടെയും അംബിയാക്കളുടെയും ഖബറുകളെ ആരാധന കേന്ദ്രമാക്കി തീർത്തിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയാൻ. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഖബറുകൾ കെട്ടിയുയർത്തുക എന്നുള്ളത് സുന്നത്താണോ? ഖബറുകൾ കെട്ടിയുയർത്തുക എന്നുള്ളത് നല്ല കാര്യമാണോ? അങ്ങനെയാണോ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചത്? അതല്ല അവിടുന്ന് വിലക്കുകയാണോ ചെയ്തത്? അവിടുന്ന് ശപിക്കുകയാണോ ചെയ്തത്? അവിടുത്തെ സ്വഹാബികളോട് അത് തട്ടി നിരപ്പാക്കാനാണോ പറഞ്ഞിട്ടുള്ളത്? സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ഓരോ കാര്യത്തിനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതിന് സ്വഹീഹായ സനദുള്ള ഹദീസുകൾ മാത്രമാണ് നിങ്ങൾ കേൾപ്പിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു കാര്യത്തിന് പോലും ഞാൻ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വായന വായിക്കുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ ഹദീസുകളാണ്, അതുമാത്രമാണ് നിങ്ങൾ കേൾപ്പിച്ചത്. ഈ ഹദീസുകൾക്ക് നിങ്ങൾ എങ്ങനെ മറുപടി പറയും? എങ്ങനെ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കാൻ സാധിക്കും? ഇങ്ങനെ അവിടുത്തെ വാക്കുകൾക്ക് നേർവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ട്. സഹോദരങ്ങളെ, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ അത്? ഇനി നോക്കൂ, ഇത്തരം ഖബറുകൾ ഉണ്ടാക്കുക അവിടെ തീരുന്നില്ല. മറിച്ച് ആ ഖബറാളികളോട് പ്രാർത്ഥിക്കുകയാണ്. ഖബറിങ്കൽ പോയിക്കൊണ്ടും അല്ലാതെ ദൂരെ നിന്നുകൊണ്ടും ഖബറിൽ കിടക്കുന്ന മരിച്ചുപോയ മഹാന്മാരോടും അല്ലാത്തവരോടുമൊക്കെ ആളുകൾ അവർക്ക് വേണ്ട പ്രാർത്ഥനകൾ തേടുകയാണ്, സഹായതേട്ടങ്ങൾ നടത്തുകയാണ്. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടാണ് ചോദിക്കുന്നത്. ആവലാദികൾ മാറാൻ വേണ്ടി അവരിലേക്കാണ് അഭയം തേടുന്നത്. സഹോദരങ്ങളെ, ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് ദുആ ചെയ്തത്? അവിടുന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ദുആ ചെയ്തിട്ടുണ്ടോ? അവിടുന്ന് എപ്പോഴെങ്കിലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ദുആ ചെയ്തിട്ടുണ്ടോ? ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സഹായം തേടിയിട്ടുണ്ടോ? അല്ല, ഏതെങ്കിലും ഒരു നബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് ഒരു തവണയെങ്കിലും ദുആ ചെയ്തതായി, സഹായം തേടിയതായി നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, ബദറിന്റെ രണാങ്കണത്തിൽ സ്വഹാബികളും റസൂലും പ്രയാസം കൊടുമ്പിരി കണ്ടപ്പോൾ ആരോടാണ് പ്രാർത്ഥിച്ചത്? ആരോടാണ് സഹായം തേടിയത്? സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്ന കാര്യം, അല്ലാഹു തആല മുഴുവൻ മനുഷ്യരോടും കൽപ്പിക്കുന്ന കാര്യം, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ ഒരാളിലും ഞാൻ പങ്കു ചേർക്കുകയില്ല. പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രമേ നടത്തുകയുള്ളൂ. പ്രാർത്ഥന അത് അല്ലാഹുവിനോടും ഒപ്പം മറ്റൊരാളോടും ഞാൻ നടത്തുകയില്ല എന്ന് നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സഹോദരങ്ങളെ ഈ ആയത്തിലൂടെ നമ്മോട് പ്രഖ്യാപിക്കാൻ, കൽപ്പിക്കാൻ, പറയാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവ് കൊണ്ട് പറയേണ്ടത് അതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ ആ കാര്യം, ഞാൻ റബ്ബേ നിന്നോട് മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ, നിനക്ക് മാത്രമേ ഇബാദത്തുകൾ നൽകുന്നുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ എന്ന കാര്യം നമ്മൾ പ്രഖ്യാപിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൽപ്പനയോട് നമ്മൾ എതിരാവുകയോ? സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമല്ലേ? അല്ലെ, ആളുകൾക്ക് പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആരോടാണ് തേടേണ്ടത്? ആരോടാണ് സഹായം തേടേണ്ടത്? അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനോഹരമായി പരിചയപ്പെടുത്തുന്നത് നോക്കൂ സഹോദരങ്ങളെ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഴുവൻ മനുഷ്യർക്കും അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറയാൻ. അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നവരെ അല്ലാഹുവിനെ നിങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കൂ. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്? നബിയെ, വഇദാ സഅലക ഇബാദി അന്നി, നബിയെ, അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ
താങ്കളോട് എന്നെ കുറിച്ച് എന്റെ അടിമകൾ ചോദിച്ചാൽ, എന്റെ അടിമകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തോടു കൂടി പറയാൻ, അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഫഇന്നി ഖരീബ്. അടിമേ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് അടുത്തുള്ളവനാണ്. 7 ആകാശത്തിന് മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അർശിലാണുള്ളെങ്കിലും അവൻ ദൂരെയാണ് നിങ്ങൾ ധരിച്ചു പോകരുത്. അവന്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ട നാടിയേക്കാൾ നമ്മോട് അടുത്തുണ്ട്. നമ്മുടെ ഗദ്ഗതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും അറിയാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുള്ളവനാണ്. എന്തിനാണ് അടുത്തുള്ളവനാണെന്ന് പറഞ്ഞത്? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തുള്ളവനാണെന്ന് പറഞ്ഞത്? ശേഷം പറയുന്നു ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് ദുആ ചെയ്താൽ ദുആ ചെയ്തവന്റെ ആ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യും. അതിനാണ് അടുത്തുള്ളവൻ എന്ന് പറഞ്ഞത്. അടുത്താണുള്ളത്, അതുകൊണ്ട് ദുആ എന്നോടാണ് ചെയ്യേണ്ടത്. ഞാൻ 7 ആകാശത്തിന് മുകളിലാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യന്മാരോട് ദുആ ചെയ്യാനല്ല, ഖബറിൽ കിടക്കുന്നവരോട് ദുആ ചെയ്യാനല്ല. 7 ആകാശത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഓരോ മനുഷ്യന്റെയും പ്രാർത്ഥനകളും തേട്ടങ്ങളും മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. അതിനവൻ ഉത്തരം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യട്ടെ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും അവരുടെ അവസ്ഥ എന്താ ഞാൻ പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ പലരോടും ദുആ ചെയ്യാറുണ്ടല്ലോ. ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങളുടെ ചോദ്യത്തിന് കേൾക്കാനോ ഉത്തരം ചെയ്യാനോ ഖിയാമത്ത് നാൾ വരെ ഖബറിൽ കിടക്കുന്ന ഈ ആളുകൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ദുആ ചെയ്യുന്ന മുഴുവൻ ആളുകളും നിങ്ങളെപ്പോലെയുള്ള പടപ്പുകൾ മാത്രമാണ്. അതുകൊണ്ട് അവരോടല്ല ചോദിക്കേണ്ടത്. ഹയ്യായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. എന്നൊന്നും ജീവിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന ആരോടാണ് നിങ്ങൾ ചോദിച്ചാൽ അത് അല്ലാഹുവിനോട് മാത്രമാണെന്ന് പറയാനുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇങ്ങനെ ഖുർആനിൽ എവിടെയെങ്കിലും അമ്പിയാക്കളോട് പ്രാർത്ഥിക്കൂ, സാലിഹീങ്ങളോട് പ്രാർത്ഥിക്കൂ, മഹാന്മാരോട് പ്രാർത്ഥിക്കൂ എന്നൊരു സൂചന നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇലാ യൗമിൽ ഖിയാമ സഹോദരങ്ങളെ, നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ മുഴുവൻ പടച്ചത് അല്ലാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. പ്രാർത്ഥന ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം സഹായം തേടാനാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അല്ലെ, ഇനി ആളുകളോട് ചിലപ്പോൾ ദുആയുടെ കാര്യം പറയുമ്പോൾ ചിലരെങ്കിലും ഒക്കെ നിഷേധിച്ച് പറയാറുണ്ട്, ഞങ്ങൾ ദുആയൊക്കെ അല്ലാഹുവിനോട് മാത്രമേ നടത്താറുള്ളൂ, ഞങ്ങൾ ഇസ്തിഗാസയാണ് നടത്താറുള്ളത്, അല്ലാഹു അല്ലാത്ത ആളുകളോട് ഇസ്തിഗാസയാണ് നടത്താറുള്ളത്. സഹോദരങ്ങളെ, എന്താണ് ഇവർ പറയുന്നത്? ഇസ്തിഗാസ എന്ന് പറയുന്ന വാചകത്തിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിനക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാകുന്ന സമയത്ത് നീ തേടുന്ന തേട്ടത്തിനല്ലേ ഇസ്തിഗാസ എന്ന് പറയുന്നത്? ആ ഇസ്തിഗാസ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ മറ്റൊരാളോട് നിനക്ക് തേടാൻ സാധിക്കുക? റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നു, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹ്, പ്രയാസം കൊടുമ്പിരി കൊണ്ട ഒരു വ്യക്തി, അങ്ങേയറ്റം ബുദ്ധിമുട്ടിയ ഒരു വ്യക്തി, അവനിതാ എന്നോട് ദുആ ചെയ്താൽ ആരാണ് ദുആക്ക് ഉത്തരം ചെയ്യുന്നത്? വയക്ഷിഫുസ്സൂ, അവന്റെ പ്രയാസങ്ങളെല്ലാം നീക്കി കൊടുക്കുന്നത്. വയജഅലുകും ഖുലഫാ അൽ അർദ്, ഭൂമിയിൽ അവർക്ക് പിൻഗാമികളെ നിശ്ചയിച്ചു കൊടുക്കുന്നതുമൊക്കെ ആരാണ്? ഇലാഹും മഅല്ലാഹ്, അല്ലാഹുക്ക് പുറമെ ആരെങ്കിലും ഒക്കെ ഇലാഹുണ്ടോ? ഒരു മുൽത്തറിന്റെ പ്രയാസമുണ്ടാകുന്ന സമയത്ത് ദുആ ചെയ്തിട്ട് ആ പ്രയാസത്തെ നീക്കാൻ വേണ്ടി ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹുവിന് പുറമെ അവർക്ക് ഉത്തരം നൽകാൻ വല്ല ഇലാഹുമുണ്ടോ? ഖലീലം മാ തദക്കറൂൻ, കുറഞ്ഞ ആളുകളെ ചിന്തിക്കുന്നുള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏത് പ്രയാസം വന്നാലും നിങ്ങൾ വിളിക്കേണ്ടത് യാ അല്ലാഹ്, അല്ലാഹുവേ എൻ്റെ കാര്യം നീ നടത്തി തരണം, അല്ലാഹു എനിക്ക് പ്രയാസമുണ്ട്, അല്ലാഹു എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളാകട്ടെ, പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുന്ന തേട്ടങ്ങളാകട്ടെ, അല്ലാഹുവിനല്ലാതെ സഹോദരങ്ങളെ അതിന് സാധിക്കുകയില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം അതല്ലേ? ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം. വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നീ സഹായം തേടണം. വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നുള്ള കാര്യമല്ലേ ഇത്? സഹോദരങ്ങളെ, കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഇതിനപ്പുറത്ത് എന്ത് വിശദീകരണമാണ് വേണ്ടത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി, നീ ചോദിക്കുമ്പോൾ അള്ളാഹിനോട് ചോദിക്കണം, സഹായം തേടുമ്പോൾ അള്ളാഹിനോട് സഹായം തേടണം, മറ്റൊരാളോട് പാടില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയാൻ, നിങ്ങൾ ഡോക്ടറോട് പോയി സഹായം ചോദിക്കാറില്ലേ? നിങ്ങൾ ഡോക്ടറോട് നിങ്ങളുടെ വിഷമങ്ങൾ പറയാറില്ലേ? അടുക്കളയിൽ ഇരിക്കുന്ന ഉമ്മയോട് നിങ്ങൾ വല്ല കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ പറയാറില്ലേ? ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെടാറില്ലേ? വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടാറില്ലേ? ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, യഥാർത്ഥ രൂപത്തിൽ നല്ല ബുദ്ധിയുള്ള ഒരാൾ ഈ പറയുന്ന കാര്യത്തിൽ വഞ്ചിതരായി പോകുമോ? പക്ഷെ ചില സാധുക്കളെ ആളുകൾ വഞ്ചിതരാക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഡോക്ടറുടെ അടുക്കൽ പോയി പറയുന്ന കാര്യമാണോ നിങ്ങൾ ഖബറിങ്കൽ പോയി പറയുന്നത്? ഖബറിങ്കൽ പോയിട്ട് നിങ്ങളുടെ രോഗത്തിനുള്ള മരുന്ന് ചീറ്റ് തരാനാണോ നിങ്ങൾ പറയുന്നത്? ഖബറിങ്കൽ പോയിട്ട് ഒരു മരുന്നിനാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അതല്ല, ഡോക്ടർ അടുക്കൽ പോകുന്നതും ഖബറിങ്കൽ പോകുന്നതും ഒരേപോലെയുള്ള തേട്ടമാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. ഇവർക്കറിയുന്ന കാര്യമാണത്. ഖബറിങ്കൽ പോയിട്ട് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി തേട്ടത്തോടുകൂടി കലങ്ങിയ കണ്ണുകളുമായി ആ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നത് പോലെയാണോ ഡോക്ടറുടെ അടുക്കൽ പോയിട്ട് എനിക്കിന്ന രോഗമുണ്ട്, അതിന് മരുന്ന് കുറിച്ച് തരണമെന്ന് പറയുന്നത്? അടുക്കളയിലെ ഉമ്മയോട് എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു ആവശ്യപ്പെടുന്നത് പോലെയാണോ നിങ്ങൾ ഖബറിങ്കൽ പോയിട്ട് പറയുന്നത്? സഹോദരങ്ങളെ, ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ള കാര്യം അവർക്കറിയാവുന്നതാണ്. പക്ഷേ സാധുക്കളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ അങ്ങനെ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എൻ്റെ സംസാരം കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഖുർആൻ മുഴുവൻ നിങ്ങൾ 6000 ചില്ലാനും ആയത്തുകൾ പരതി നോക്കിയാലും ശരി, ആയിരക്കണക്കിന് ഹദീസുകൾ നിങ്ങൾ പരതി നോക്കിയാലും ശരി, അതിലൊരു ദഈഫായ ഹദീസിൽ പോലും അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമെന്ന അരവരി നിങ്ങൾക്ക് കിട്ടുകയില്ല. സഹായം തേടാമെന്നുള്ള അരവരി നിങ്ങൾക്ക് കിട്ടുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ള ആയത്തുകളും ഹദീസുകളും മാത്രമേ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രൂപത്തിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, പിന്നെ നിങ്ങൾ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ്റെ പടപ്പുകളോട് പ്രാർത്ഥിക്കുന്നത്, പടപ്പുകളോട് സഹായം തേടുന്നത്? പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചില ന്യായങ്ങളൊക്കെ പറയാറുണ്ട്. ചില ന്യായങ്ങളൊക്കെ ഇവിടെയുള്ള ചില മുസ്ലിയാക്കന്മാർ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാ, ഇത്തരത്തിലുള്ള ഖബറിലൊക്കെ പോകുന്നത്, അവരോട് നമ്മൾ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയൊക്കെ ചെയ്യുന്നത് അവരെങ്ങനെ ഇലാഹാണെന്നുള്ള ചിന്തയിലോ വിശ്വാസത്തിലോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാനുള്ള അത്രയൊന്നും കഴിവൊന്നും നമുക്കില്ല. നമ്മളൊക്കെ പാപികളാണ്. നമുക്ക് വേണ്ടത്ര അടുപ്പം അള്ളാഹിനോട് സിദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഖബറിൽ കിടക്കുന്ന ഔലിയാകട്ടെ, ഈ ഖബറിൽ കിടക്കുന്ന സാഹിദായ സാലിഹായ മനുഷ്യനാകട്ടെ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് ഞങ്ങൾ ചോദിച്ചാൽ അവർ അള്ളാഹുവിനോട് പറയും അങ്ങനെ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ്. അതല്ലെങ്കിൽ ചിലർ പറയുന്നത് പോലെ ഈ പറയുന്ന ആളുകൾ നാളെ ഞങ്ങൾക്ക് ശുപാർശകരായി അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ഷഫീആയി ശുപാർശകരായി ഉണ്ടാകും. അതുകൊണ്ട് ആ ശുപാർശ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ആ ഖബറിങ്കൽ പോയി ചില കാര്യങ്ങൾ ചോദിക്കുകയാണെന്നാണ്. സഹോദരങ്ങളെ, സാധുക്കളായ ആളുകൾ, ഖുർആനിൽ നിന്നും ബഹുദൂരം അകന്നു കഴിയുന്ന ആളുകൾക്ക് പലപ്പോഴും ഇത് തന്നെയാണ് ആദ്യകാല മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ശിർക്ക് എന്നുള്ള കാര്യം പോലും പലപ്പോഴും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് എത്ര ഖേദകരമായ അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി മക്കയിലെ മുശ്രിക്കുകൾക്ക് ശിർക്ക് സംഭവിച്ച കാര്യം ഖുർആനിൽ അറിയിച്ചു തന്നിട്ടില്ലേ? നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് നിഷ്കളങ്കമായ മതം നിങ്ങൾ സമർപ്പിക്കേണ്ടത്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ, നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. റബ്ബ് സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. അവർ പറയുന്നത് മാ നഅബുദുഹും, ഞങ്ങൾ ആ ഔലിയാക്കളെ ഇബാദത്ത് ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഈ ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന കാര്യം നോക്കൂ. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നത് അവർ അള്ളാഹുവിനെ പോലെയുള്ള ഒരു ഇലാഹാണെന്ന വിശ്വാസത്തിലല്ല. കാരണം അവർ പറയുന്നത് തന്നെ ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹ് എന്നാണ്. അള്ളാഹിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് അടുപ്പമുണ്ടാക്കി തരാനാണ്. ഞങ്ങൾ ലാത്തയോട് തേടുന്നത് ലാത്ത ആകാശഭൂമികളെ പടച്ചു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. ലാത്ത ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നുവെന്നോ ലാത്ത ആകാശഭൂമികളെ ഏതെങ്കിലുമൊക്കെ നിലക്ക് സ്വാധീനിക്കുന്നു എന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കില്ല. മറിച്ച് മക്കയിലെ മുശ്രിക്കുകളൊക്കെ വിശ്വസിച്ചത് ആകാശഭൂമികളെ പടച്ചതല്ലയാണ്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നതല്ലയാണ്, ആകാശഭൂമികളെ പരിപാലിക്കുന്നതല്ലയാണ് അല്ലയാണ്.
മഴ പെയ്യിപ്പിക്കുന്നത് അള്ളയാണ്, മഴയിലൂടെ സസ്യലതാദികളെ മുളപ്പിക്കുന്നത് അള്ളയാണ്, ഇവയെ വീണ്ടും മരിപ്പിക്കുന്നത് അള്ളയാണ്. ഇതൊക്കെ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. മറിച്ച് ലാത്തയുടെ അടുക്കലേക്ക് പോയത്, മനാത്തയുടെ അടുക്കലേക്ക് പോയത് എല്ലാം ലാത്ത എനിക്കും അള്ളാഹുവിനും ഇടയിൽ ഒരു അടുപ്പമുണ്ടാക്കി തരും. ലാത്ത അള്ളാന്റെ അടുത്താളാണ്, അല്ലാതെ അള്ളാഹിനോട് മത്സരിക്കാൻ വന്ന ആളല്ല, അള്ളാഹിനോട് മത്സരിക്കുന്ന ആളല്ല. സഹോദരങ്ങളെ, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന പോലെയുള്ള ഹൈന്ദവരുടെയോ നസ്രാണികളുടെയോ വിശ്വാസമല്ല മക്കാ മുശ്രിക്കുകൾക്ക്. മറിച്ച് മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു. ഏത് കാര്യത്തിൽ? മക്കാ മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ പടച്ചവനാണ്, നിയന്ത്രിക്കുന്നവനാണെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല, മറിച്ച് ഔലിയാക്കളെ സ്വീകരിക്കണം, എന്നിട്ട് അവർക്ക് ഇബാദത്ത് ചെയ്യണം. അവരോട് ഇബാദത്ത് ചെയ്താൽ അവർ അല്ലാഹുവിലേക്ക് ഞങ്ങൾക്ക് സ്ഥാനമുണ്ടാക്കി തരും. റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിലായി പരസ്പരം വിമർശനത്തിൽ ഏർപ്പെടുന്നവരെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കൃത്യമായ വഴി നടത്തുന്നതാണ്. അള്ളാഹു അവർക്കിടയിൽ വിധി തീർപ്പിക്കുന്നതാണ്. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. കളവ് പറയുന്ന നിഷേധികളായ ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. നല്ല മനസ്സോടുകൂടി ഉണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ ഹിദായത്തിലാക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൃത്യമായി മനസ്സിലാക്കുക, മക്കയിലുള്ള മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചത് അവരോട് പ്രാർത്ഥിച്ചാൽ അടുപ്പമുണ്ടാക്കി തരുമെന്നാണ്. ഇനി വളരെ കൃത്യമായി മറ്റൊരിടത്ത് പറയുന്നു, നോക്കൂ, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. യാതൊരു ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത ആളുകളോട് അവർ പ്രാർത്ഥിക്കുന്നു. മിൻ ദൂനില്ലാഹ്, അള്ളാഹു പറയാണ് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവോടൊപ്പം ചില ആളുകളോടും പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവരാണ് ആകാശഭൂമികളെ പടച്ചു എന്ന വിശ്വാസത്തിലാണോ? അവരാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നു എന്ന വിശ്വാസത്തിലാണോ? ഒരിക്കലുമല്ല. വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. ഈ ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി തീരും. ലാത്ത ഞങ്ങളുടെ ഷഫീആയി തീരും, മനാത്ത് ഷഫീആയി തീരും, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഷഫീആയി തീരും. അതല്ലാതെ അള്ളാഹുവിനെ അറിയാത്ത ആളുകളല്ല മക്കയിലുള്ള മുശ്രിക്കുകൾ. ഇൻദല്ലാഹ് ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി ഉണ്ടാകും എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇന്ന് പല ജാറങ്ങളിലേക്കും ഖബറുകളിലേക്കും ഒരു കാര്യം അറിയാതെ സാധുക്കളായ ഒരുപാട് ആളുകൾ പോകുന്നുണ്ടല്ലോ. അവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. അവർ ഖുർആനിൽ ഈ ആയത്ത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ എന്തിനാണ് ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇന്ന ജാറങ്ങളിൽ നിങ്ങൾ പോകുന്നത്? മമ്പുറം മഖാമിലേക്ക് നിങ്ങൾ എന്തിനു പോകുന്നു? നിങ്ങൾ എന്തിനാണ് ഇന്ന മഖാമുകളെ ലക്ഷ്യം വെച്ച് പോകുന്നത്? അവർ പറയാറുള്ളത്, ഞാനിതാ അവരോട് പ്രാർത്ഥിച്ചാൽ, അവരോട് സഹായം തേടിയാൽ നാളെ ശുപാർശകരായി ഇവരുണ്ടാകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാദം പറയുന്ന ആളുകളോട് ചോദിക്കുന്നത് നോക്കൂ, ഖുൽ അതുനബ്ബിഊന അല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങോട്ട് അറിയിച്ചു കൊടുക്കുകയാണോ? ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശഭൂമികളിൽ എവിടെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു അറിവ് വെളിപ്പിച്ചിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഈ വിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പങ്കാളികളിൽ നിന്ന് മുക്തനാണ്. അല്ലാഹുവിന് ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ ഏതേത് ന്യായങ്ങൾ പറഞ്ഞാലും അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അതൊരു ന്യായമല്ല. മറിച്ച് നിങ്ങളൊന്ന് ഖുർആൻ പഠിക്കൂ, ഹദീസുകൾ പഠിക്കൂ. ഇതിലെല്ലായിടത്തും റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് മാത്രം പ്രാർത്ഥിക്കാനും അവനോട് മാത്രം സഹായം തേടാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരിക്കലും തൻ്റെ സഹോദരങ്ങളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിന്നും പുറത്തു പോകുന്ന വിശ്വാസമല്ല, മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസമാണ്, സ്വഹാബികളുടെ വിശ്വാസമാണ്, താബിഈങ്ങളുടെ വിശ്വാസമാണ്, തബഉ താബിഈങ്ങളുടെ വിശ്വാസമാണ്, 4 അയിമ്മത്തുകളുടെ മദ്ഹബിന്റെ ഇമാമുമാരുടെ വിശ്വാസമാണ്, മുഫസ്സിറുകളുടെ വിശ്വാസമാണ്, മുഹദ്ദിസുകളുടെ വിശ്വാസമാണ്. വളരെ കൃത്യമായി സഹോദരങ്ങളെ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും നിങ്ങളെ തെറ്റിച്ച് കളയുന്ന കാര്യങ്ങൾ വിവിധങ്ങളായ ബിദ്അത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ച ദീനിൽ നിന്നും തെറ്റിച്ച് കളയുന്ന ബിദ്അത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താക്കീത് നമ്മൾ കേട്ടിട്ടുണ്ട്. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ കരുതണേ. കാരണം നിങ്ങൾക്ക് ആദ്യകാലക്കാർ ആചരിച്ച അമലുകൾ തന്നെ മതിയായതാണ്, സ്വഹാബികൾ കാണിച്ചു തന്ന അമലുകൾ തന്നെ മതിയായതാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്താൽ അത് തള്ളിപ്പോകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ.
ആരെങ്കിലുമൊക്കെ ഈ ദീനിന്റെ കാര്യത്തിൽ പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. അത് സഹോദരങ്ങളെ തള്ളപ്പെടും. അത് വളരെ കൃത്യമായി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ആചരിക്കുന്ന ഏതേത് ഇബാദത്തുകളാകട്ടെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പ്രവർത്തിച്ച ആ ഇബാദത്തുകളാണ്. എന്ത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കേണ്ട കാര്യമായിരുന്നു അത്. ഞാൻ ഈ ചെയ്യുന്ന നിസ്കാരം ഇതെന്റെ റസൂൽ നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ദിക്ർ ഇതെന്റെ റസൂൽ ചൊല്ലിയതാണ്. ഞാൻ ഈ പറയുന്ന നോമ്പ് ഇതെന്റെ റസൂൽ നോറ്റ നോമ്പാണ്. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നബിദിനം ആഘോഷിക്കുന്ന ആളുകളെ, നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുമോ ഇതെന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടുണ്ട്, റസൂലിനെ ഇഷ്ടപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ആഘോഷിച്ചിട്ടുണ്ട്, സ്വഹാബികൾ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന അമലുകൾ അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. നിങ്ങൾ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്ന അമലുകൾ അതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ഇല്ലെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ മാതൃക ഇല്ലെങ്കിൽ, സഹോദരങ്ങളെ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മൾ തേടുന്ന സമയത്ത് അതിൽ നിന്നും തെറ്റിച്ച് കളയുന്ന ബിദ്അത്തിന്റെ അനേകം മാർഗങ്ങളുണ്ട്. ആ മാർഗത്തിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കുക. അതേപോലെ സഹോദരങ്ങളെ, അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ദീൻ അത് അതിലടിയുറച്ച് നിൽക്കണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഈ ദീനിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ അമലുകൾ പാഴാക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ നമുക്കിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ എളുപ്പത്തിൽ നിശ്ചയിച്ചിട്ടുള്ള 5 നേരത്തെ നിസ്കാരം പോലും അത് ഒഴിവാക്കുന്ന ചെറുപ്പക്കാർ, സഹോദരങ്ങളെ, ആളുകൾ സിനിമയുടെയും സംഗീതത്തിന്റെയും പിറകിൽ പോയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ മറന്നു പോകുകയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്നും പിരിഞ്ഞു പോകാനുള്ളവരാണ് ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും. ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത് നമ്മുടെ നിശ്ചയപ്രകാരമല്ല. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നത് നമ്മുടെ നിശ്ചയപ്രകാരമല്ല. പിന്നെ ഇതിനിടയിലുള്ള ജീവിതം അത് നിന്റെ നിശ്ചയപ്രകാരമായിരിക്കണം. എങ്ങനെയാണ് നിനക്കത് വാദിക്കാൻ സാധിക്കുക? മൈ ലൈഫ് മൈ റൂൾ, എൻ്റെ ജീവിതം, എൻ്റെ തീരുമാനം, എൻ്റെ നിയമം എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാമിന്റെ ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങൾ നിനക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും സഹോദര? നിന്നെ പടച്ച റബ്ബ്, ആ റബ്ബ് നിനക്ക് റബ്ബിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, എങ്ങനെ ആരാധിക്കണം എന്ന് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഈ ആകാശഭൂമികൾ വെറുതെ ഉണ്ടായതല്ല എന്ന് ബുദ്ധിയുള്ള ആർക്കും അറിയുമെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പടച്ചത് എന്ന കാര്യം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ പടപ്പുകളെ പടച്ചത് അത് വ്യഥാ പടച്ചതല്ല, അനാവശ്യമായി പടച്ചതല്ല. അതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട്. അത് അവനു മാത്രം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് നിനക്ക് സ്വർഗം ഒരുക്കി വെച്ച ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചാൽ അവൻ ഒരുക്കി വെച്ചിട്ടുള്ള കത്തിയാളുന്ന നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് താക്കീത് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ദീനിന്റെ കൽപ്പനകൾ പാലിക്കേണ്ടതുണ്ട്, സുന്നത്തായ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ ദീനിനെ കുറിച്ച് ശരിയാം വിധം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, ദുരിതങ്ങളുണ്ടോ, അല്ലാഹു തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പരിഹരിച്ചു നൽകുമാറാകട്ടെ. എല്ലാവിധ റിസ്ക് ബറക്കത്തുകളും എല്ലാവിധ ഖൈറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.